മലപ്പുഴ എം.എൽ.എ. ശ്രീ ജി സുധാകരൻ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ നിരന്തരമായി പാർട്ടി നേതാക്കളെയും വനിതാ നേതാക്കളെയും നിരന്തരമായി ആക്ഷേപിച്ചു പോകുന്ന രീതിയാണ്. അത് കുറച്ച് കടന്ന് വ്യക്തിപരമായ അധിക്ഷേപമായും പേരെടുത്ത് പറഞ്ഞ് മോശമായി ചിത്രീകരിക്കുന്ന നിലയിലേക്കുമുള്ള പരാമർശം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ വ്യക്തിപരമായ അധിക്ഷേപത്തിനെതിരായി പാർട്ടി അനുവാദത്തോടുകൂടി നിയമ നടപടിയിലേക്ക് പോകണമെന്നാണ് ഞാനും തീരുമാനിച്ചിട്ടുള്ള കാര്യം. ഏറ്റവും അടുത്ത ദിവസം അതിനാവശ്യമായ നടപടികൾ ഞാൻ സ്വീകരിക്കുകയാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെയും ശ്രീ സജി ചെറിയാൻ്റെയൊക്കെ പേരിങ്ങനെ പറയുന്നത് കേട്ടു. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതും ഒരു അർത്ഥം മനസ്സിലായിട്ടില്ല. പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കുറ്റവാളി എന്നാണ്. രാഷ്ട്രീയ കുറ്റവാളി എന്ന ആ പദത്തിൻ്റെ അർത്ഥം വെച്ച് കണക്കിലെടുത്താൽ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആയിരിക്കും. കാരണം നമ്മുടെ ഈ നാട്ടിൽ നിൽക്കുന്ന മുതലാളിത്ത വ്യവസ്ഥയെ തകർത്ത് തൊഴിലാളി വർഗത്തിന് ആധിപത്യമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആശയപരമായി ഞങ്ങളൊരു ധാരണ അതാണ്. അങ്ങനെ വരുമ്പോൾ ഈ വ്യവസ്ഥയിൽ പൊരുതുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും രാഷ്ട്രീയ കുറ്റവാളികളായിരിക്കും. ഏതർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വർത്തമാനത്തിൻ്റെ ഭാവം കേട്ടാൽ അല്ലെ ഭാവം കണ്ടാൽ തോന്നുന്നൊരു കാര്യം എന്തൊരു ക്രൈം ചെയ്തവരാണിവർ എന്ന് മട്ടിലാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. കോടതി വരുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്നെ പണ്ട് ഒരു ജഡ്ജിയെ പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ഓണാട്ടുകര ഭാഷയാണ് എന്നെല്ലാം വന്ന് പറയാൻ പറ്റുമായിരിക്കും. എന്തായാലും ഞാൻ കോടതി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ച കാര്യം. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം അദ്ദേഹം കോടതി വന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്നാണ് വിചാരിക്കുന്നത്. മറ്റൊന്ന്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉന്നയിച്ച ചില കാര്യങ്ങളിൽ ഒരു കാര്യത്തെ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞു. 2021 ഞാൻ വിജയിച്ച തെരഞ്ഞെടുപ്പിൻ്റെ മുൻപായി ആ സമയത്ത് എൻ്റെ പേരിലും പാർട്ടിയുടെ പേരിലും അദ്ദേഹം പണം പിരിച്ചു എന്ന കാര്യം ഞാൻ പറഞ്ഞു. ആ പിരിച്ച പണത്തിൻ്റെ കണക്ക് വെളിപ്പെടുത്തണമെന്നും ഇലക്ഷൻ കമ്മിറ്റിക്കോ പാർട്ടിക്കോ തരാത്ത പണം തിരിച്ചവർക്ക് കൊടുക്കണമെന്നുമാണ് ഞാൻ ആവശ്യപ്പെട്ട കാര്യം. അതിലൊരു ഭാഗം അദ്ദേഹം കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. അദ്ദേഹം പണം പിരിച്ചു എന്ന കാര്യം ജി സുധാകരൻ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. പറഞ്ഞ കണക്കെല്ലാം വ്യത്യസ്തമാണ്. കൃത്യമായ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റിക്ക് നൽകിയ പണം 7.5 ലക്ഷം രൂപയാണ് ആകെ. അന്ന് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം പിരിക്കേണ്ട കാര്യമില്ല. കാര്യം അത് സ്ഥാനാർത്ഥിയല്ല, ഇലക്ഷൻ സെക്രട്ടറിയോ പാർട്ടിയുടെ ഏതെങ്കിലും സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആളല്ല. പിരിക്കാൻ പാടില്ലാത്ത ഒരാൾ പിരിച്ചു. പോയപ്പോൾ പരസ്യമായിട്ട് 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതിയും പാർട്ടി പരിശോധിക്കപ്പെട്ട കാര്യം അതിലെ കുറ്റങ്ങളിൽ ഒരു കുറ്റം ഇതാണ്, ഈ സാമ്പത്തികമായ കാര്യമാണ്. അത് പാർട്ടിക്കുള്ളിൽ അന്ന് തന്നെ ഉന്നയിക്കപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ അന്ന് ഉന്നയിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ പണം പിരിച്ച പൈസ ഇലക്ഷൻ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തെ ആരെല്ലാം എത്ര കൊടുത്തു എന്ന് ഞാൻ പരസ്യപ്പെടുത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അദ്ദേഹം CPMൻ്റെ പേരിലും സ്ഥാനാർത്ഥിയായിരുന്ന എൻ്റെ പേരിലും പിരിച്ച പണത്തിൻ്റെ കണക്ക് അദ്ദേഹം പരസ്യപ്പെടുത്തണമെന്ന് വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ആരുടെയെല്ലാം കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങി എന്ന കാര്യം അദ്ദേഹം പരസ്യപ്പെടുത്തുകയും ഇലക്ഷൻ കമ്മിറ്റിക്കോ പാർട്ടിക്കോ നൽകാത്ത പണം ആ വാങ്ങിയ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി ആവശ്യപ്പെടാനുള്ള കാര്യം.